ജീവിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഇന്ന് നിങ്ങൾ ഈ അവാർഡൊക്കെ ഏറ്റുവാങ്ങുന്നതിലൂടെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അത് നിങ്ങൾക്ക് ഈ തലമുറയ്ക്ക് ചെയ്യാൻ സാധിക്കട്ടെ. അതോടൊപ്പം തന്നെ തൊഴിലുറപ്പ് തൊഴിലാളികളെ ആദരിക്കുന്ന ചടങ്ങ് കൂടെ ഇവിടെ നടക്കാം. തൊഴിലുറപ്പ് എന്ന് പറയുന്നത് പിന്നെ യു പി എ ഗവൺമെന്റ് കേന്ദ്രത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള യു പി എ ഗവൺമെന്റ് ഭരിക്കുമ്പോഴാണ് തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നത്. ഈ തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നത് ഒരു വീടിനെ രക്ഷിക്കാൻ വേണ്ടിയാണ്. ആ ഒരു സ്ത്രീ ശാക്തീകരണത്തിന്റെ ഒരു രൂപം കൂടിയാണ്. അന്നൊന്നും സ്ത്രീകൾക്ക് തൊഴിലില്ലാതെ നിൽക്കുന്ന നമ്മുടെ നാട്ടിൽ എന്നുള്ളതിന് അപ്പുറത്ത് നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ പട്ടിണിയും പരിവട്ടവും അതിനെ മാറ്റിയെടുക്കാനാണ് കോൺഗ്രസ് അത് കൊണ്ടുവന്നത്. ആ തൊഴിലുറപ്പ് പദ്ധതി വന്നതോടുകൂടി മിനിമം 100 ദിവസത്തെ തൊഴിൽ കൊടുക്കുകയും അതിന് മിനിമം ഇത്ര രൂപ കൊടുക്കണമെന്ന് പറയുകയും ചെയ്തതോടുകൂടി ആ വീടുകളിലൊക്കെ പട്ടിണി മാറാൻ തുടങ്ങി എന്നുള്ളതാണ് സത്യം. അങ്ങനെ കൊണ്ടുവന്ന തൊഴിലുറപ്പ് പദ്ധതി ഇന്ന് കേരളത്തിലും നല്ല രീതിയിൽ നടക്കുകയാണ്. കേന്ദ്ര ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷം ബഡ്ജറ്റിൽ ഏകദേശം കോൺഗ്രസ് ഭരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സംഖ്യ നീക്കിവെച്ചത്. 1,23,000 കോടി രൂപ വരെ ഒരു സാമ്പത്തിക വർഷം ബഡ്ജറ്റിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വെച്ചിരുന്നു. അപ്പൊ അത് മാറി. ഭാരതീയ ജനതാ പാർട്ടി കേന്ദ്രത്തിൽ ഭരണത്തിൽ വന്നപ്പോൾ സ്വാഭാവികമായും അതിന്റെ ആ തുക വെട്ടിക്കുറച്ച് കഴിഞ്ഞ പ്രാവശ്യം കേവലം 73,000 കോടി രൂപയാണ് അനുവദിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഒരു സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി പട്ടിണിയെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി വലിയ ദീർഘവീക്ഷണത്തോടു കൂടി ചെയ്ത ആ ഒരു പദ്ധതി, ആ പദ്ധതിയിലുള്ള തൊഴിലുറപ്പ് തൊഴിലാളികളെ ഇന്നിവിടെ ആദരിക്കുകയാണ്. അപ്പൊ എന്തുകൊണ്ടും വളരെ കരണീയമായ മാതൃകാപരമായ ചില ചടങ്ങുകളാണ്. ഞാൻ അതാണ് ഈ പരിപാടിക്ക് എന്നെ ക്ഷണിച്ചപ്പോൾ റഷീദ് വന്ന് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിച്ചത്. ഒരു ഭാഗത്ത്